സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്ന ഒരു കാര്യമാണല്ലോ മണിക്കുട്ടൻ്റെ കല്യാണം. ഇത്രത്തോളം കല്യാണത്തെക്കുറിച്ച് സീരിയസ് ആയി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. വിവാഹമായിരിക്കും കൂടുതൽ താല്പര്യം, പക്ഷേ മാട്രിമോണിയിലോട്ടും ഞാൻ പോകുന്നില്ല. വേണമെങ്കിൽ നടക്കട്ടെ. ഈ ചോട്ടോമ്പയുടെ ഇടയ്ക്ക് ഒരു സിനിമ വന്ന സമയത്ത് പല ആർട്ടിസ്റ്റുകളെയും പോയിട്ട് ഡേറ്റ് കിട്ടാതെ വന്നപ്പോഴത്തേന് എൻ്റെ അടുത്തോട്ട് വന്നതായിരുന്നു. നമ്മൾക്ക് വേണ്ടി അന്ന് തിരക്കഥകളോ കഥാപാത്രങ്ങളോ ഉണ്ടാക്കപ്പെടുന്നില്ലായിരുന്നു. അപ്പം തീർച്ചയായിട്ടും അപ്പം നമ്മൾ ചെയ്യുന്ന ചില കഥാപാത്രങ്ങൾ എടുത്തു നോക്കും, ചിലപ്പോൾ ഇവൻ എടുത്താൽ പൊങ്ങാത്താണോ നോക്കുക. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് യങ്സ്റ്റേഴ്സിനെല്ലാം അവർക്ക് വേണ്ടി സിനിമ ഉണ്ടാക്കപ്പെടുന്നു. നമ്മളീ പറയുന്ന പോലെ ഇതിൻ്റെ രണ്ടിൻ്റെ ഗ്യാപ്പിലായിപ്പോയി. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയല്ലായിരുന്നു സിനിമകൾ ഉണ്ടാക്കപ്പെട്ടിരുന്നത്. പലവരും ഡേറ്റ് കിട്ടാതെ വരുമ്പോഴായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതെന്തെങ്കിലും മാറണം എന്നൊരു ചിന്ത അന്ന് എനിക്കൊന്നായിരുന്നു. ഈ നമ്മുടെ ഇന്റർവ്യൂവിൽ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ പൈസ അല്ലെങ്കിൽ ഫാമിലിയുടെ പ്രതീക്ഷ മണിക്കുട്ടനായിരുന്നു എന്ന് പറയാം. അപ്പം ഈ സിനിമയിൽ നിന്ന് ഇപ്പോൾ ഫൈനാൻഷ്യലായിട്ട് കുറച്ചുകൂടെ സ്റ്റേബിൾ ആവുന്നത് ഏത് സമയത്തായിരുന്നു? സിനിമയിൽ നിന്ന് കുറച്ചുകൂടെ ഒക്കെ റെഗുലറായിട്ട് നമുക്ക് കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളൊക്കെ മാനേജബിൾ ആവുന്നത് ഏത് സമയത്തായിരുന്നു? അത് കുറേ കാലത്തേക്ക് അങ്ങനെ അല്ലായിരുന്നു. കാരണം പപ്പ KSRTCക്ക് പപ്പയ്ക്ക് ജോലി കിട്ടി ഡ്രൈവറായിട്ട്. അമ്മ ഒരു സ്കൂളിൽ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ട് ജോലി ചെയ്തു, കയറി. ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പം അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ അവർ പറഞ്ഞു, നീ സിനിമയിൽ നിന്ന് വരുമാനം കിട്ടുന്നത് നിൻ്റെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ട്, കാരണം നമുക്കിപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, ചേച്ചിമാർക്കും ജോലിയുണ്ട്, അളിയന്മാരും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പൈസ ഇപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടാവത്തില്ല. അപ്പം നീ സിനിമയിൽ ഇറങ്ങുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എപ്പോഴും കറക്റ്റാക്കി വെച്ചേക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിതുവരെ അങ്ങോട്ടൊന്നും അധികമായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഒക്കെ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വരുമാനം എന്ന രീതിയിൽ എപ്പോഴും ബാങ്കിൽ എന്തെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് വന്നത് തന്നെ അതിന് ശേഷമാണ്. അല്ലാതെ നമുക്കിപ്പം ഞാനൊരിക്കലും എത്തിപ്പെടാമോ എന്ന് വിചാരിച്ചൊരു മേഖലയിലല്ല ഞാൻ എത്തിപ്പറ്റിയത്. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ കുറച്ചുകൂടെ ജനകീയമായി, അന്നൊരു അത്ഭുത ലോകമായിരുന്നു. മണിക്കൂട്ടം വന്ന സമയത്തും പിന്നെ അത്രയും യങ്സ്റ്റേഴ്സും വരാത്ത ടൈമായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞാൽ ചോട്ടാമ്പയ്ക്ക് അഭിനയിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേന് ആൾക്കാർ തരുന്ന വെൽക്കം, ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാർക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ എത്തിയാ ഇല്ലെന്ന് ആരും അന്വേഷിക്കാറില്ല. ഇന്നിപ്പോൾ അവരെത്തുന്ന സമയത്ത് ആ മണിക്കൂറിൻ്റെ അച്ഛനും അമ്മയെന്നൊക്കെ പറഞ്ഞ് അവർക്ക് കിട്ടുന്ന ഒരു സ്വീകരണം എന്ന് പറയുന്നത് അവരത് സന്തോഷിക്കുന്നു. അപ്പം അവർക്ക് ആ ഫൈനാൻഷ്യൽ ഇതിനെക്കാട്ടി അവരെ സന്തോഷമാണ് ഇത്. ഓക്കെ, ഒരു റെക്കഗ്നൈസേഷൻ ആൾക്കാരുടെ ഇടയിൽ കിട്ടുന്നുണ്ട്. ബാക്കി ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഇപ്പം എൻ്റെ കാര്യങ്ങൾ ഓക്കെയാണ്. എനിക്ക് വീടും 3 നേരം ആഹാരവും ജിമ്മും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ എൻ്റെ സന്തോഷങ്ങൾക്ക് ഓക്കെയാണ്. മറ്റുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ അവരെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ കാറോ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈലോ മാറ്റാൻ ശ്രമിച്ചാൽ മാത്രമേ ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂ എനിക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ വലിയ കുഴപ്പം. പലരും ചോദിക്കുമല്ലോ, സിനിമാടനാണല്ലോ, ഇപ്പൊ വീട്ടില് പലരും പറഞ്ഞിട്ടുണ്ട് പിരിവാരൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാരും പ്രതീക്ഷിക്കുക lakhs and thousands of rupees. അപ്പൊ നമ്മള് ചെറിയ എമൗണ്ട് കൊടുത്ത് അവരിതാവില്ല, അങ്ങനത്തെ സംഭവമൊക്കെ വരാറുണ്ട്. കല്യാണം ഇതൊക്കെ ശരിയാണ്. കല്യാണം ആലോചിച്ച് വല്ലയിടത്തും പോകണം. അപ്പോഴാണ് എന്താ ജോലി, സിനിമ നടൻ. അല്ല, എന്താ ജോലി. അപ്പൊ ഇതൊക്കെ ആൾക്കാർ പറയും, ഈ പറയുന്ന പോലെ lakhs and lakhs. അണ്ണാച്ചി വരുമ്പോ മോഹൻ നടനല്ലേ, പത്രമൊക്കെ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് പാത്രവും ഫർണിച്ചറൊക്കെ എടുക്കും. അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അമ്മയച്ഛനും അവർ ഉണ്ടാക്കുന്ന പൈസയിൽ കറക്റ്റായ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. അവർ ഈ പറയുന്ന പോലെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും ആ ഒരു പ്രൊഫൈൽ കീപ്പ് ചെയ്ത് ലോ പ്രൊഫൈലായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തുമ്പോഴായിരിക്കും സിനിമാ നടനൊക്കെ അല്ലേടെ നിനക്ക് കുറച്ച് ഇതായിട്ട് നടന്നുകൂടെ എന്നുള്ള സംസാരം വേറെ സ്ഥലത്തു നിന്നായിരിക്കും വരുന്നത്. ഈ എപ്പോഴും സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്ന ഒരു കാര്യമാണല്ലോ മണിക്കുട്ടൻ്റെ കല്യാണത്തിനെ കുറിച്ചിട്ടൊക്കെ. ശരിക്കും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ധ്യാൻ ചേട്ടൻ്റെ കൂടെ ഇന്റർവ്യൂവിൽ ഇരുന്നപ്പോഴും ചോദിക്കണ്ടായിരുന്നു കല്യാണം എപ്പോഴാ കല്യാണം. ശരിക്കും അതെപ്പോഴെങ്കിലും മടുക്കാറുണ്ടോ? ഇല്ല, ഇപ്പം എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നത് തന്നെ വലിയ കാര്യം. ഇപ്പം നമ്മൾ സിനിമകൾ ചെയ്യുന്നു, പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാൻ സിനിമകൾ ചെയ്യുന്നു. പക്ഷേ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ എൻ്റർടൈൻ ആവുന്നത് എൻ്റെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസിന്റെ ടൈമിലായിരുന്നു മണിക്കൂട്ടനകത്ത് കല്യാണ ചർച്ചകൾ. അപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് കല്യാണം ആലോചിച്ചിരുന്ന ഒരാളായിരുന്നു. ഒരു കഥയുണ്ടായിരുന്നു, സമയം ഉണ്ടെന്ന് അറിഞ്ഞൂടെ. പക്ഷേ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഞങ്ങളൊരു 10-20 പേരാണ് കസിൻസ് എന്ന് എല്ലാവരും കൂടി ചേരുമ്പോൾ. കാരണം 8 മക്കളായിരുന്നു അപ്പൂപ്പന്. അപ്പോൾ ഇവർക്കെല്ലാം 3 മക്കൾ 4 മക്കളും വെച്ചിട്ടാണ്. അപ്പോൾ ഇവർ ഒരു 10-20 പേര് കസിൻസ് കൂടിയ സമയത്ത് എല്ലാവരുടെയും ഈ ഒരു കല്യാണം, ഒരു കസിൻ്റെ കല്യാണം. അപ്പോൾ ഞാനന്ന് എനിക്ക് തോന്നുന്നു 10-11 വയസ്സേ എനിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ചർച്ച, ഇങ്ങനെ എല്ലാവരുടെ പേരെടുത്ത് നോക്കുമ്പം ചിലരിപ്പോൾ ഒരേ പേരിൽ 2-3 പേരുണ്ട്. ഇപ്പോൾ ലിസിയാണ് എൻ്റെ ചേച്ചിയുടെ, ഒരു 3 ലിസിയുണ്ട്. ഇപ്പുറത്തൊരു പീറ്റർ ഉണ്ടെങ്കിൽ 3 പീറ്റർ. അപ്പോൾ 3-4 പേരുണ്ട്.
അപ്പോൾ ഇവർ നമുക്ക് മക്കൾക്കെങ്കിലും പേര് മാറ്റാം, അവരൊക്കെ പക്ഷേ വലിയ കുട്ടികളെ അവർ ചർച്ച അത് ഓക്കെ, മക്കൾക്ക് മാത്രം പേര് മാറ്റിയിടണം എന്ന് പറഞ്ഞു. കാരണം വ്യത്യസ്തമായ, കാരണം നമ്മൾക്കിങ്ങനെ പേരായിപ്പോയി. അപ്പോൾ എല്ലാവരും സംസാരിക്കണം, അവർ മക്കളുടെ പേര് പറയുന്നു, അവർ വ്യത്യസ്തമായ പല പേരുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ പേരും. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കില്ല, കാരണം ഞാൻ ഏറ്റവും ചെറുത് ഞാനാണ്. അപ്പം ഞാൻ പറയും എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. കുട്ടി 10 വയസ്സായിട്ടുള്ളൂ, എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മക്കൾക്ക് ഇതേപോലെ പേര് വ്യത്യസ്തമായിടണമെന്ന്. ഇത് ചേച്ചി എന്ന് അമ്മയെടുത്ത് പറഞ്ഞിട്ട് അമ്മ ആ കല്യാണ വീട് ചുറ്റും എന്നെ അടിക്കാൻ ഒട്ടിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അപ്പോൾ അത്രത്തോളം കല്യാണത്തെക്കുറിച്ച് സീരിയസ് ആയി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. പക്ഷേ അതിൽ ഞാൻ സങ്കടമൊന്നുമില്ല. ഇപ്പം ഞാൻ കല്യാണം നോക്കണമൊക്കെ നിർത്തി, വേണമെങ്കിൽ നടക്കട്ടെ എന്നുള്ള സെറ്റപ്പ്. അപ്പോൾ അതിനൊന്നും സമയമില്ല. വേണമെങ്കിൽ ആരെങ്കിലും ഈ പറയുന്ന പോലെ നമുക്ക് പ്രണയവിവാഹം ആയിരിക്കും കൂടുതൽ താല്പര്യം, പക്ഷേ മാട്രിമോണിയിലോട്ട് ഞാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ നടക്കണമെങ്കിൽ നടന്നാൽ മതി എന്നുള്ള സെറ്റപ്പായി. അല്ലാതെ ഇതിനു വേണ്ടി സീരിയസ് ആയിട്ട് കല്യാണത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മാറി. വേണമെങ്കിൽ നടക്കട്ടെ. അയ്യോ, ഇത് സംഭവം വെച്ചാൽ ഇപ്പം ബിഗ് ബോസിന്റെ ടൈമിലൊക്കെ ആയിരുന്നു ഇതിന്റെ ഒരു പീക്ക്. ഇപ്പൊ നമ്മള് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ വരുമ്പോഴത്തേക്ക് ലൈഫ് സ്റ്റോറി എടുക്കുമല്ലോ, ലൈഫ്, നെറ്റ് വർത്ത് അല്ലെങ്കിൽ മാരേജ് സ്റ്റാറ്റസ്. മണിക്കൂട്ടി സ്റ്റിൽ സിംഗിൾ എന്ന് പറയുമ്പോ അന്ന് ഭയങ്കര ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഈ പിന്നീട് ഇപ്പൊ എമ്പുരാനൊക്കെ ചെയ്തല്ലോ, ഈ എമ്പുരാനൊക്കെ വീണ്ടും ലാലേട്ടന്റെ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറയുന്നതും ഒരു, അല്ലെങ്കിൽ എമ്പുരാനിലേക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ? എമ്പുരാൻ ഞാൻ ലൂസിഫറിൽ എന്നെ ഡബ് ചെയ്യാൻ വിളിച്ച സമയത്ത് അനീഷ് മേനോൻ ഡബ് ചെയ്യാൻ വിളിച്ചത്. കാരണം അനീഷ് നല്ലൊരു ആക്ടറാണ്, പക്ഷേ ട്രിവാൻഡ്രം സ്ലാങ്, അദ്ദേഹം ബൈജു ചേട്ടൻ്റെ കൂടെയാണ് ഈ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ട്രിവാൻഡ്രം, നമ്മൾ ഈ അമ്മ ഷോയ്ക്കും മറ്റുള്ള പ്രോഗ്രാമൊക്കെ രാജുവൊക്കെ കൂടെ പോകുന്ന സമയത്ത് ഇങ്ങനെ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ എന്തെങ്കിലും പറയും, അത് അദ്ദേഹം നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടർ വന്നപ്പോൾ എന്നെ ഡബ് ചെയ്യാൻ വിളിച്ചു. ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് റെമ്യൂണറേഷൻ തന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് റെമ്യൂണറേഷൻ അല്ല, ഇനി നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നൊരു പടത്തിൽ എനിക്കൊരു അവസരം തരണം. കാരണം അത് ഡബ് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി. കാരണം ഒരു ഡയറക്ടർ, ലൂസിഫർ ഒരു ഡയറക്ടർ ഉണ്ട് അതിനകത്ത്. ഒരു ഡയറക്ടർ സിനിമയായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ആ 2-3 ഷോട്ടിൽ തന്നെ. നമ്മൾ അപ്പം പറഞ്ഞു എനിക്ക് അടുത്ത സിനിമ നിങ്ങളെങ്ങനെ ഒരു അവസരം തരണം, അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എമ്പുരാൻ വന്നപ്പോഴത്തേന് ഈ ക്യാരക്ടറിന് എന്നെ വിളിച്ചത്. അത് ലൂസിഫർ അന്ന് ഡബ് ചെയ്ത്, നമ്മളീ പറയുന്ന പോലെ സിനിമയെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച സിനിമ നമുക്ക് ചില അനുഗ്രഹങ്ങൾ തരും. കാരണം ഒരുപാട് പേരുടെ ജീവിതം മാറ്റിയിട്ടുള്ളൊരു മേഖലയാണ്. അതുമാത്രം കലാപ്രവർത്തനങ്ങളുടെ ഒരു മെയിനായിട്ട് നമ്മൾ സിനിമയുടെ കാര്യമാണ് പറയാറുള്ളത്. അപ്പോൾ സംതിങ് ഒരു ഡിവൈൻ പോലൊരു സാധനം അതിലുണ്ട്. അപ്പോൾ സിനിമയെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച സിനിമ ഒരുപാട് അനുഗ്രഹം തരും. അങ്ങനെ കിട്ടിയ അനുഗ്രഹമായിട്ട് എമ്പുരാൻ കാണുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ബിഗ് ബോസിൻ്റെ കാര്യമായാലും CCL ക്രിക്കറ്റ് ആയാലും അത് സിനിമ തന്നൊരു അനുഗ്രഹം തന്നെയാണ് എമ്പുരാൻ സിനിമ. എനിക്ക് കുറേ നാളായിട്ടുള്ള സംശയം കേട്ടോ, ഈ ബോയ് ഫ്രണ്ടിലൊക്കെ ശരിക്കും 6 ഒക്കെ അടിക്കണത് റിയൽ ബോളേഴ്സ് അല്ലെങ്കിൽ അവർ ഭയങ്കര പ്രൊഫഷണൽ ബോളേഴ്സ് തന്നെ? എൻ്റെ ദൈവസത്യമായിട്ട് ആദ്യമായിട്ടാണ് ഈ പാഡും മറ്റേ ഇതൊക്കെ എനിക്ക് കരുതുന്നത്. ബോയ് ഫ്രണ്ട് സിനിമയിൽ ചെന്നപ്പോഴാണ് പാഡ് ഒക്കെ വെച്ച് ഹെൽമെറ്റൊക്കെ കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറമ്പിൽ മരിച്ചിരിക്കുമ്പോൾ കുട്ടികൾ മറ്റേ മടൽ വെട്ടി ബാറ്റ്. അന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് ബാറ്റ് പിടിക്കാൻ അത്യാവശ്യം അറിയാം, ബാറ്റ് പിടിക്കാൻ അറിയാം, കറക്റ്റ് എങ്ങനെ ഷോട്ട്സ് അറിയാം. ക്രിക്കറ്റ് നമ്മൾ എല്ലാ ഇന്ത്യക്കാരെ പോലെ ക്രിക്കറ്റ് നമുക്ക് ഒരു ഭ്രാന്ത് തന്നെയാണ്. അപ്പം പക്ഷേ അവരെറിഞ്ഞു, ഡിഫെൻഡ് ചെയ്തേ ഉള്ളൂ, അല്ലാതെ അടിച്ചില്ല. പിന്നെ അത് അടിക്കുന്ന ഷോട്ട് സെപ്പറേറ്റ് എടുത്തു. പക്ഷേ നിങ്ങൾ ആ ഷോട്ട് കാണുമ്പോൾ ഒരിക്കലും കളി അറിഞ്ഞുകൂടാത്ത ആൾക്കാർ കളിച്ച പോലെ ഇരിക്കില്ല. അപ്പോൾ അത് ബോൾ എറിഞ്ഞു തന്നിട്ട് തന്നെയാണ് അടിച്ചത്. ബോൾ കാരണം അന്നത്തെ ദിവസം എനിക്ക് ആ ഷൂട്ട് നമ്മൾ എടുക്കുമ്പോൾ വൈകുന്നേരമൊക്കെ ആയി. അപ്പോൾ രാവിലെ കുറേ നേരം നെറ്റ്സ് ചെയ്യുന്ന ഇങ്ങനെ ലോഫ്റ്റ് ചെയ്ത് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഹെൽമെറ്റൊക്കെ വെച്ച് അങ്ങനെ ചെയ്തതേ ഉള്ളൂ. ക്രിക്കറ്റ് ഷോട്ട്സ് എനിക്കറിയാം, പക്ഷേ ഈ ഗാഡ്ജറ്റ്സ് ഈ സംഭവങ്ങളൊക്കെ തരുന്ന ആദ്യമായിട്ടാണ്. പിന്നെ CCL വന്നപ്പോഴാണ്, പിന്നെ CCL ഒക്കെ നമ്മൾ കളിക്കാൻ വരുമ്പോൾ AP ഉണ്ട്, ഇവിടെ പാഡ് വെക്കുമല്ലോ നമ്മൾ. അതായത് നമുക്ക് അറിഞ്ഞൂടെ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത്. ആരോ ഒരാൾ കൊണ്ടുവന്നൊരു കവറൊക്കെ വെച്ചിട്ടാണ് അത് ഏറ്റവും സേഫായിട്ട് യൂസ് ചെയ്യേണ്ട സാധനമാണ്, വേറൊരാൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് അറിഞ്ഞൂടാത്ത അങ്ങനെ നിന്നൊരു ടീമിനെ ഈ പറയുന്ന പോലെ ആദ്യത്തെ സീസണിൽ അത്യാവശ്യം ഇപ്പോൾ കൊച്ചി മാച്ചിലൊക്കെ നമ്മൾ ജയിപ്പിക്കുന്ന രീതിയിലോട്ട് എത്തുന്ന രീതിയിൽ കളിക്കാരാക്കി മാറ്റി നമ്മുടെ കോച്ച്. ശരിക്കും ഇപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്തു അതൊക്കെ, പക്ഷെ ഈ ലാലേട്ടൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ അമ്മ ഷോ അല്ലെങ്കിൽ CCL ഒക്കെ വരുമ്പോഴാണല്ലോ ലാലേട്ടനെ നമ്മൾ ലാലേട്ടനായിട്ട് കാണുക, ക്യാരക്ടർ അല്ലാണ്ട് കാണുക. ശരിക്കും ആ സമയമൊക്കെ ലാലേട്ടനോട് ഇങ്ങനെ സംസാരിക്കുക അങ്ങനെയൊക്കെ സംഭവങ്ങൾ റെഗുലറായിട്ട് ഉണ്ടാവും. ഉണ്ട്. ഇപ്പോൾ CCL അടക്കം കുറച്ചും കൂടെ, കാരണം നമ്മൾ സിനിമയൊക്കെ നടക്കുമ്പോൾ സാറ് സംസാരിക്കും, ഭയങ്കര ആ ഒരു ഇതുണ്ടാവും. പക്ഷേ ഒരുപാട് പേരുണ്ടാവില്ല. ഇപ്പോൾ CCL എടുക്കുമ്പോൾ നമ്മളുടെ മാത്രം ബസ്സിനകത്ത് നമ്മൾ മാത്രമായിരിക്കും. അപ്പോൾ ബസ്സിൽ ഏറ്റവും ബാക്ക് സീറ്റിലിരിക്കുന്ന ആളാണ് ഞാൻ, ലാലേട്ടൻ്റെ ഏറ്റവും ബാക്കിലേക്ക് നമ്മൾ ബാക്കിൽ നിന്ന് പാട്ടൊക്കെ പാടി എന്നൊക്കെ ആക്കി. അന്ന് എനിക്കൊന്ന് CCL സമയത്താണ് കൂടുതൽ സാറുമായിട്ട് ഒരു നല്ല സൗഹൃദം പോലുള്ളൊരു സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. പക്ഷെ ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആരാധകനാണ്. ഞാൻ അദ്ദേഹം എത്രത്തോളം സ്നേഹം കാണിക്കും അപ്പോഴും ഞാൻ ആരാധന വിടാതിരിക്കുക എപ്പോഴും ഞാൻ ശ്രദ്ധിക്കും. കാരണം എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ എന്നും അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായി തന്നെ നിൽക്കണമെന്ന് മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്ന ഒരാളാണ്.
പിന്നെ ഇപ്പം നമ്മൾ ഇപ്പോൾ ബിഗ് ബോസ് കിടക്കുന്ന സമയത്ത് അന്ന് ഈ സമയത്ത് സാറ് ശനിയാഴ്ച ഈ പറയുന്ന ഒരു ദിവസം വരും. അന്ന് ആ കൂടെ നമ്മുടെ പ്രതീക്ഷ സാറിനെ കാണാമെന്നുള്ള അന്ന് വലിയ കമ്പനിയൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില മുഹൂർത്തങ്ങൾ ഈ പറയുന്ന പോലെ ലാൽ സാറായിട്ട് അറിയാതെ എന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് മനഃപൂർവ്വമാണോ അല്ലെങ്കിൽ ദൈവമായിട്ട് കൊണ്ടുവന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ മുഹൂർത്തങ്ങൾ ഒരുപാട് എനിക്ക് മമ്മൂട്ടി സാറിനോടൊപ്പം അത്രത്തോളം മുഹൂർത്തങ്ങളില്ല. ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ. പക്ഷേ ഏറ്റവും കൂടുതൽ മുഹൂർത്തങ്ങൾ എനിക്ക് ഏത് സിനിമയിൽ ഏറ്റവും കൂടുതൽ മുഹൂർത്തങ്ങൾ കിട്ടിയത് ലാൽ സാറുമായിട്ടാണ്. വേറെ ആർട്ടിസ്റ്റായിട്ട് പോലും അത്രയ്ക്ക് ഇത് ഇട്ടില്ല. മീൻസ് കുറെ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. പിന്നെ അതെ അതെ. ഇപ്പം നമ്മൾ ക്രിക്കറ്റ് ആയാലും സ്റ്റേജ് ഷോസ് ആയാലും അങ്ങനെയുള്ള സമയങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം കൂടെ അഭിനയിച്ച ആൾക്കാരിൽ പോലും എനിക്ക് ഇപ്പം മേ ബി അവർ ആ സിനിമ കഴിഞ്ഞ് അങ്ങ് പോയതായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾ ക്രിക്കറ്റിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അമ്മ ഷോയ്ക്ക് വരുന്ന സമയത്തൊക്കെ ഒരുപാട് മുഹൂർത്തങ്ങൾ എനിക്ക് സാറുമായിട്ട് കിട്ടിയിട്ടുണ്ട്.